അജ്മീർ ഖാജ എന്നറിയപ്പെടുന്ന ഹസ്രത്ത് ഖ്വാജ മുയിനുദ്ദീൻ ചിഷ്ടിയുടെ ചരിത്രം വളരെ പ്രചോദനാത്മകമാണ്. ഇറാനിലെ സിജിൽസ്ഥാൻ എന്ന പ്രദേശത്ത് ജനിച്ച അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. പിന്നീട് ആത്മീയ പക്വത നേടിയ അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് അറിവും പവിത്രതയും പ്രചരിപ്പിച്ചു. തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ ചെലവഴിച്ച അദ്ദേഹം അജ്മീർ കേന്ദ്രമാക്കി ചിഷ്തി സരണിയുടെ പ്രബോധനം നടത്തി. ദീനാനുകമ്പയുടെയും സേവനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തെ ഗരീബ് നവാസ് എന്നും സുൽത്താനുൽ ഹിന്ദ് എന്നും സ്നേഹത്തോടെ വിളിക്കുന്നു. അജ്മീറിലെ അജ്മീർ ഷരീഫ് ദർഗ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. അതെ, അജ്മീർ ഖാജ റയ്യ അജ്മീറിലെത്തിയപ്പോൾ അവിടുത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. ഖാജയും അനുയായികളും അനാസാഗർ തടാകത്തിന്റെ കരയിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ രാജാവിന്റെ ഭടന്മാർ അവർക്ക് വെള്ളമെടുക്കാനും വുളൂ ചെയ്യാനും അനുവാദം നൽകിയില്ല. തുടർന്ന് നടന്ന അത്ഭുതകരമായ സംഭവങ്ങളിൽ തടാകത്തിലെ വെള്ളം വറ്റിപ്പോവുകയും രാജാവിന്റെ കൊട്ടാരങ്ങളിൽ പോലും പ്രതിസന്ധി അനുഭവപ്പെടുകയും ചെയ്തു. അവസാനം രാജാവ് ഖാജയുടെ മഹത്വം മനസ്സിലാക്കി അനുവാദം നൽകുകയും പിന്നീട് അനേകർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അജ്മീർ ഖാജ റയ്യ തന്റെ ആത്മീയ ശക്തിയാലും പ്രാർത്ഥനകളാലും അനേകം പേരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. മന്ത്രവാദമോ ദുർമന്ത്രവാദമോ ഏറ്റിട്ടുള്ളവരെയും അതുപോലെ സിഹർ ബാധിച്ചവരെയും അദ്ദേഹം തന്റെ അനുഗ്രഹത്താൽ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ആശ്വാസം നൽകാനും അവരുടെ മോചനത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതെ, ആ സംഭവം വളരെ രസകരമാണ്. അജ്മീർ ഖാജ റയ്യ അജ്മീറിലെത്തിയപ്പോൾ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത് രാജാവായ പൃഥ്വിരാജ് ചൗഹാന്റെ സൈനികർക്ക് അവരുടെ ഒട്ടകങ്ങളെ കെട്ടുന്നതിനായി അവർ അവകാശപ്പെട്ടിരുന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ആ സൈനികർ ഖാജയോട് ആ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഖാജയും അനുയായികളും വേറൊരു സ്ഥലത്തേക്ക് മാറി. എന്നാൽ സൈനികരുടെ ഒട്ടകങ്ങളെ അന്നു മുതൽ കെട്ടാൻ കഴിഞ്ഞില്ല. അതെ, അതൊരു വളരെ പ്രശസ്തമായ കരാമത്താണ്. ഖ്വാജ മുയിനുദ്ദീൻ ചിഷ്ടി റയ്യ അജ്മീറിലെത്തിയപ്പോൾ രാജാവായ പൃഥ്വിരാജ് ചൗഹാന്റെ ഒട്ടകപാലകർ ഒട്ടകങ്ങളെ കെട്ടാറുണ്ടായിരുന്ന സ്ഥലത്താണ് അന്തിയുറങ്ങാനായി തമ്പടിച്ചത്. രാജഭടന്മാർ വന്ന് ഖ്വാജയോടും അനുയായികളോടും ആ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒരു വഴക്കിനും നിൽക്കാതെ ഖ്വാജയും സംഘവും വേറൊരു സ്ഥലത്തേക്ക് മാറി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അന്നു മുതൽ ആ പഴയ സ്ഥലത്ത് ഒട്ടകങ്ങളെ കെട്ടാൻ സൈനികർക്ക് കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചാലും ഒട്ടകങ്ങൾ അഴിഞ്ഞു പോവുകയും അവിടെ നിൽക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു. ഇത് കണ്ട രാജഭടന്മാർ ഖ്വാജയുടെ മഹത്വം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ഖാജ മുയിനുദ്ദീൻ ചിഷ്ടി റയ്യ തന്റെ ആത്മീയ ശക്തിയാലും പ്രാർത്ഥനകളാലും അനേകം പേരെ ദുർദേവതകളുടെയോ പിശാചുക്കളുടെയോ ബാധയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. പിശാച് ബാധിച്ചവരെയോ ദുർമന്ത്രവാദത്തിന്റെ ഫലമായി ബുദ്ധിമുട്ടിയവരെയോ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയും അനുഗ്രഹിച്ചും അവരെ സുഖപ്പെടുത്താറുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന നിരവധി കരാമത്തുകളിൽ ഒന്നാണ്. അജ്മീർ ഖാജയെ ഗരീബ് നവാസ് അഥവാ പാവങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നതിനും അവർക്ക് ഭക്ഷണം നൽകുന്നതിനും വളരെ പ്രാധാന്യം നൽകിയിരുന്നു. തന്റെ പക്കലെത്തുന്ന എന്തും അദ്ദേഹം പട്ടിണി കിടക്കുന്നവരുമായി പങ്കുവെക്കുമായിരുന്നു. ഈ സേവന പാരമ്പര്യം ഇന്നും അജ്മീർ ഷരീഫ് ദർഗയിൽ തുടരുന്നുണ്ട്. അവിടെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു. അജ്മീർ ഖാജ റയ്യ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. അദ്ദേഹം അജ്മീറിൽ എത്തിയപ്പോഴും പാവങ്ങളെ പോലെ തന്നെയാണ് ജീവിച്ചത്. തന്റെ പക്കലെത്തുന്ന കാണിക്കകളും ദാനധർമ്മങ്ങളും അദ്ദേഹം ഉടൻ തന്നെ പാവങ്ങൾക്കും അശരണർക്കും വിതരണം ചെയ്യുമായിരുന്നു. ലളിതമായ ജീവിത രീതി സ്വീകരിച്ച് ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആത്മീയ ജീവിതത്തിന് മുൻഗണന നൽകിയ ഒരു സൂഫി സന്യാസിയായാണ് അദ്ദേഹം ജീവിച്ചത്. അജ്മീർ ഖാജ അജ്മീറിലെത്തിയപ്പോൾ അവിടുത്തെ പാവങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെ പെട്ടെന്നാണ് അവർ ഇടം നേടിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഗരീബ് നവാസ് അഥവാ പാവങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുകയും പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും അവരുടെ ദുരിതങ്ങൾ കേട്ടറിഞ്ഞ് ആശ്വാസം പകരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പക്കലെത്തിയിരുന്ന എന്തും അദ്ദേഹം പാവങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഈ സേവന മനോഭാവമാണ് ഇന്നും അജ്മീർ ഷരീഫ് ദർഗയിൽ ദാനധർമ്മങ്ങളുടെ രൂപത്തിൽ തുടരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.